all, welcome back to my YouTube channel. And ഞാൻ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്. കുറേ നാളെന്ന് പറയുമ്പോൾ ഐ ഗെസ് ഇറ്റ്സ് ബീൻ ലൈക്ക് 2 years, 2 or 3 years ആയിക്കോട്ടെ. 2 years കറക്റ്റ് ഒരു 2 years കൂടുതലായിക്കാണ്. ഏതോ ഒരു ഓഗസ്റ്റിലാനായിട്ട്. അപ്പോൾ 2 years ആയി. ഞാൻ ആക്ച്വലി വീഡിയോസൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ ലൈക്ക് എനിക്ക് സെൽഫ് വ്ലോഗ് ചെയ്യുന്ന പരിപാടി ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കും, പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. ലൈക്ക് അത് കുറച്ച് എഫേർട്ട് എടുക്കണമല്ലോ, നല്ല പണിയുണ്ട് ലൈക്ക് എഡിറ്റ് ചെയ്യണം. എനിക്ക് വലുതായിട്ട് എഡിറ്റ് ചെയ്യുന്ന അറിഞ്ഞൂടെ, എന്നാലും ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ലൈക്ക് ഇത് പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആൻഡ് അത് കുറച്ച് കഷ്ടപ്പാടാണ്. അതിന് മടി പിടിച്ച് ഞാൻ എടുക്കാറേ ഇല്ല, ലൈക്ക് ഇടാറേ ഇല്ല. പക്ഷേ ഞാൻ എടുക്കുന്നുണ്ട്. ആൻഡ് അതൊക്കെയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ലൈക്ക് എഡിറ്റ് ചെയ്ത് മറ്റേ ഇൻസ്റ്റയിൽ റീലായിട്ട് വരുന്നത്. ആൻഡ് വാട്ട് എവർ ഇറ്റ് ഇസ്, ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും. ലൈക്ക് ഫർദർ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. ലൈക്ക് നോക്കാം. എന്തെങ്കിലും ഒരു ഇൻട്രോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻട്രോ എടുക്കുന്ന ഒരു മോട്ടിവേഷൻ ആവട്ടെ ലൈക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. എനിക്ക് വീണ്ടും ഉറക്കം വരുന്നു. ലൈക്ക് കുറച്ചുകൂടെ ഉറങ്ങിയാൽ കൊള്ളാം, പക്ഷെ അമ്മ ഇപ്പം 3 തവണ വിളിച്ചു. അതുകൊണ്ട് ഇനിയും ഉറങ്ങിയ അമ്മ എന്നെ ഓടിക്കും. ഞാൻ നേരത്തെ ഇങ്ങനെ എണീറ്റ് ഡോറ് തുറന്ന്, എന്നിട്ട് ഞാൻ പിന്നെയും കിടന്ന്. 10:50 വീട്ടിൽ ഇരുന്നുകൊണ്ട് എണീറ്റ് അമ്മേരുന്ന് എനിക്ക് അട്ടി കിട്ടും. അല്ലെങ്കിൽ അമ്മ വെള്ളം കോരി ഒഴിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ അമ്മ ഡോർ ചവിട്ടി പിടിക്കും. അപ്പം അമ്മക്ക് എണീക്കാം. എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്ക് ഫുള്ള് വിട്ടിക്കളയാൻ തോന്നുന്നു. ഇവിടെ നിന്നാൽ ഞാൻ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഉറങ്ങും. ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഉറങ്ങും. എനിക്ക് സ്റ്റെപ്പിൽ പോയിരുന്നാൽ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങും. അതുകൊണ്ട് ഇപ്പം ബ്രഷ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത് കെട്ടി വെച്ചിട്ട് വരാം. ഇപ്പോൾ ബ്രഷ് ചെയ്യാം. എനിക്ക് സൗണ്ട് ഭയങ്കര സാറ്റിസ്ഫൈ ആയി. പ്ലിങ് ആണോ എന്തായാലും സൗണ്ട് നിൽക്കും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടാറുണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഉറക്കം പകുതിയൊക്കെ പോകും. ബിക്കോസ് എൻ്റെ മുഖത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെയുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ ഇതിങ്ങനെ കാര്യമായിട്ടൊന്നും ഇങ്ങനെ ചെയ്യും. അങ്ങനെയെങ്കിലും എൻ്റെ ഉറക്കം പോട്ട്. ആസ് യൂഷ്വൽ താഴെ വന്നപ്പോഴത്തേക്കും ലേറ്റായി എണീറ്റേനും ഫുഡ് കഴിക്കാത്തതിനും എല്ലാം ചീത്തനെ കേട്ടു. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇത്രയും കേട്ട് കഴിയും. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടി ചേർത്തിട്ട് കമ്പൈൻ ചെയ്ത് എന്തെങ്കിലും കഴിക്കാം.
ആൻഡ് നമ്മളിത് ചേഞ്ച് ചെയ്യട്ടെ, ലൈക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഞാൻ ആക്ച്വലി ഒരു ബിറ്റ് കൺഫ്യൂസ്ഡ്, ലൈക്ക് ഈ ടീഷർട്ട് ഉണ്ടല്ലോ, ഇത് ഏത് കാലത്തെ ടീഷർട്ട് ഒന്നും പോലും അറിയാം. ഗസ് ഇറ്റ്സ് ബീൻ ലൈക്ക് 2-3 years. ഞാൻ എന്തോ ഒത്തിരി ആയിട്ട് ഇടുന്നില്ലായിരുന്നു. ലൈക്ക് എനിക്ക് ഇത് മതിയോ എന്നുള്ള കാര്യം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ബിക്കോസ് ഞാൻ ഒത്തിരി ആളുകൾ ഇട്ടിട്ട് അപ്പം എനിക്ക് മനസ്സിലാളുകൾ കൊള്ളാമില്ല. ഞാൻ അമ്മയുടെ വിഷമം എനിക്ക് ഫൈൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ സിനിമയ്ക്കല്ലേ അപ്പം ഇന്ന് ഞാൻ എന്തുവാ ഇനി ആക്ച്വലി അമരൻ കാണാനാണ് പോകുന്നത്. ഞാൻ കുറേ നാളുകൊണ്ട് അമരൻ കാണണമെന്ന് വിചാരിക്കും. എൻ്റെ എനിക്ക് എക്സാം ഇന്നും എക്സാം, എനിക്കിപ്പോഴും എക്സാമാണ് 10 ദിവസം കഴിഞ്ഞാൽ. എന്നാലും ലൈക്ക് ഇനിയും പോയില്ലെങ്കിൽ കിട്ടൂല. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും തീർന്നു. ഞാൻ ടെലിഗ്രാമിൽ എന്തോ വന്നു കേട്ടോ. അപ്പോൾ OTT ഈ വീക്കോ അടുത്ത വീക്കോ വരുമല്ലോ. അപ്പോൾ അതിനുമ്പോൾ എന്തായാലും ഒന്ന് പോയി കാണാം. ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ ബോസിലേക്ക് ചേട്ടൻ 3 എന്തോ കണ്ടപ്പോൾ ലക്കി ഭാസ്കർ വന്നു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് അന്ന് മഴ പെയ്തുകൊണ്ട് അപ്പോൾ പോയില്ല. പിന്നെ എനിക്ക് ലക്കി ഭാസ്കർ കാണണ്ട. അപ്പം ഐ തോട്ട് ഇന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ബോസിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ അച്ഛൻ ഉച്ചയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അച്ഛൻ എന്തോ അച്ഛൻ്റെ സ്പെക്കിൻ്റെ എന്തോ ഗ്ലാരിങ് സിസ്റ്റത്തെ പ്രശ്നം വന്നപ്പോൾ ടവർഫായി. അപ്പോൾ അച്ഛനെ നൈറ്റ് ദൂരെ ഡ്രൈവ് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഉണ്ടായി പിറകി ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പോൾ പോവാം. എനിക്ക് ഉച്ചയ്ക്ക് സിനിമ കാണുന്നത് ഇഷ്ടമല്ല, ബട്ട് ഇനി പോയില്ലെങ്കിൽ കാണാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോയി കാണാം. എൻ്റെ ജീൻസ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ജീൻസ് ഭയങ്കര രസമാണ്. ദിസ് ഇസ് ബൂട്ട് കട്ട് ജീൻസ്. ഈ ജീൻസ് വാങ്ങിയതിന് ശേഷം ഞാൻ ഇട്ട് എടുക്കും. ലൈക്ക് എത്ര ജീൻസ് ഉണ്ടെങ്കിലും എനിക്ക് 2 ജീൻസ് എൻ്റെ ഫേവറേറ്റ്. ഒന്നെന്ന് പറയുന്ന ഒരു റിബ്ഡ് ജീൻസും ഒന്ന് ഇത്. ആൻഡ് റിബ്ഡ് ജീൻസ് ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 3-4 വർഷമായിട്ട് ഞാൻ സ്ഥിരം ഇടുന്ന സാധനം. ഇത് ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് കാണിച്ചാൽ ഇത് ഞാൻ വാങ്ങിയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇതേ ഇടാറുള്ളൂ. ബിക്കോസ് ഭയങ്കര രസം കാണിച്ചിട്ട് പോയിട്ട് ഇവിടെ കാണിക്കത്തില്ല. അപ്പോൾ അവിടെ പോയിട്ട് നീ കാണിച്ചാൽ അത് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് പെട്ടെന്ന് പോകണം. ഓക്കേ, എൻ്റെ മോയ്സ്ചറൈസർ ഇതാ ശരാവി ടപ്പ്. എനിക്കിത് നമ്പത്തേക്ക് ഐസ്ക്രീം ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ പോയി ഇതിട്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ടച്ച് ബേബി കണ്ടുകൊണ്ട് ജീൻസിൻ്റെ ബോട്ടം പോഷൻ കൊണ്ടുവന്ന രസമില്ലേ? എനിക്കിപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്പീക്കർ ബോക്സ് ഒക്കെ എടുത്തോണ്ടോ എൻ്റെ മണ്ടേ കയറി വയ്ക്കും. ഓ മൈ ഗോഡ്. ഓക്കെ, ഞാൻ പോട്ടിട്ടാ. എനിക്ക് മാത്രമാണ് ആക്ച്വലി ഗ്യാസിലോന്ന് നിറ കണ്ടാൽ പിന്നെ അവിടെ ഒരു വീഡിയോ ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്തോ പോലെ റിയൽ ലൈഫ് അല്ലേ? റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത് എക്സാക്ട്ലി അല്ലേ യഥാർത്ഥത്തിൽ ഇതുപോലത്തെ സിനിമകള് ഒരു ടൈപ്പ് സോനെ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതുപോലെ ഈ ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. ബട്ട് എനിക്കുണ്ട്. ഇത് അമരൻ. ലൈക്ക് ഇത് നല്ല അങ്ങനെ ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്തേക്കാം. മറ്റേ അതല്ല ഇവിടെ ബ്ലോക്ക് വന്ന ഇതുണ്ടല്ലോ. എനിക്ക് വേറെ റോഡിൽ പോകണം, അച്ഛന് വേറെ റോഡിൽ പോകണം. അച്ഛൻ ഈ റോഡിൽ പോകുമ്പോഴാണ് ലൈക്ക് ഡ്രൈവ് ചെയ്യാൻ സുഖം. ആൻഡ് ബ്ലോക്ക് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോയി. പക്ഷേ ഞങ്ങൾ ബ്ലോക്കിൽ തന്നെ പെട്ട് ലാസ്റ്റ് പോയിട്ട്. അതെവിടെയാണ് ഇരുന്ന് അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോക്കോ. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വല്ല നെറ്റ്ഫ്ലിക്സും കാണുന്നത്. അതിനാണല്ലോ അവനെ ഇറക്കി വിട്ടത്. ഇന്നിനി ഏത് കാണുമെന്ന് നോക്കണം. ബിക്കോസ് ഇന്നലെ ഞാൻ കണ്ടോണ്ടിരുന്നൊരു ഫിലിപ്പൈൻ ഡ്രാമ റെയിൻ നെസ്പാന. ഇന്നലെ രാത്രി തുടങ്ങി രാവിലെ 5 മണി വരെ ഇരുന്ന് കണ്ടിട്ടാണ് ഞാൻ കിടന്നിറങ്ങിയത്. അതിനകത്ത് തീർത്ത്. അപ്പോഴത്തേക്ക് ഇനി പുതിയ ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ട് പുതിയതെങ്കിലും കാണണം. നോക്കട്ടെ. അപ്പോൾ ഞാൻ ഈ വ്ലോഗ് ഇവിടെ എൻജോയ് ലൈക്ക് എനിക്ക് നല്ലോണം അറിയാം ഇതിൽ വലുതായിട്ട് കണ്ടൻറ്റൊന്നും ഇല്ലായിരുന്നു എന്ന്. എന്നാലും റാൻഡമായിട്ട് കുറേ നാളായാലോ. അപ്പോൾ ഐ തോട്ട് എന്തുകൊണ്ട് ഇട്ടുകൂടെ എന്നിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇനി ഞാൻ ഇടുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ റാൻഡമായിട്ട് എന്തൊക്കെയോ ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ടാറ്റ ബൈ ബൈ.